ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SEO ലോകത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്ത് പുതുതായിട്ട് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ള ഒരു ടേമായിരിക്കും GEO, ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് ഈ ഒരു GEOൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ GEO എന്താണ്, അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ GEO എന്ന് പറയുന്ന സമയത്ത് പലരും അത് ഈ ജിയോ ടാഗിങ് അല്ലെങ്കിൽ ജിയോ മാപ്പിംഗ് ഇതിനെയൊക്കെ അല്ലെങ്കിൽ ഇതാണോ ഈ GEO എന്ന് സംശയമുള്ള കുറേ പേരുണ്ട്. കാരണം നമ്മൾ GEO ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതേപോലുള്ള ജിയോ ടാഗിങ് അല്ലെങ്കിൽ ജിയോ മാപ്പിംഗ് ഒക്കെ പോലെയുള്ള റിസൾട്ടുകളാണ്. അപ്പോൾ ഒരിക്കലും നമ്മളിപ്പോൾ ഈ SEOയിൽ ഉദ്ദേശിക്കുന്ന GEO അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ടേം ഒരിക്കലും ഈ ജിയോ മാപ്പിങ്ങോ അല്ലെങ്കിൽ ജിയോ ടാഗിങ്ങോ ഒന്നുമല്ല. അപ്പോൾ അത് ഞാൻ ആദ്യമേ തന്നെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. ഈ ജിയോ ടാഗിംഗ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഡിജിറ്റൽ കണ്ടൻറ്റിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റിലോ നമ്മുടെ ഒരു ലൊക്കേഷൻ ഡാറ്റ അല്ലെങ്കിൽ മെറ്റാ ഡാറ്റ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ഈ പറയുന്ന ജിയോ ടാഗിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, നമ്മൾ കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്തത്, ആ ഒരു ലൊക്കേഷൻ്റെ ഡാറ്റ നമുക്കിപ്പം എടുക്കുന്ന ക്യാമറ ആപ്പിൽ ഇപ്പോൾ നമ്മൾ GPS ഓൺ ആക്കിയിട്ട് നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ലൊക്കേഷൻ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ മെറ്റാ ഡാറ്റ നമ്മൾ ലൊക്കേഷൻ്റെ മെറ്റാ ഡാറ്റ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ കണ്ടൻറ്റിൽ ആഡ് ചെയ്യുന്നതിനെയാണ് ഈ ജിയോ ടാഗിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജിയോ മാപ്പിംഗ് എന്ന് പറഞ്ഞാലും അതും എന്താ പറയുക, മാപ്പ് നമ്മുടെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരു സ്ഥലത്തെ പർട്ടിക്കുലർ സ്ഥലത്തെ ഒരു ഇത്ര റെസ്റ്റോറൻറ്റുകൾ നമുക്ക് വിഷ്വലി നമുക്ക് മാപ്പ് ചെയ്യണം അല്ലെങ്കിൽ വിഷ്വലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം ഒരു മാപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ജിയോ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. ഇതുമായിട്ട് നമ്മുടെ നിലവിലുള്ള ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ GEO എന്നുള്ള പുതിയ നമ്മുടെ SEO ലോകത്ത് വന്നിരിക്കുന്ന ഈ ഒരു ടൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ അത് ആദ്യമേ തന്നെ ഒന്ന് ക്ലിയർ ആക്കിക്കോളാം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ GEO എന്താണ്, ഈ ഒരു GEO SEO നമ്മൾ ഇനി ചെയ്യുന്നത് കൊണ്ട് ഉപകാരമൊന്നുമില്ലേ, GEO ആണോ ഇനി കൂടുതലും എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എന്താണ് GEO എന്ന് നമ്മൾ പറയും. അതേപോലെ GEO എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2025 അല്ലെങ്കിൽ ഇനി വരാനുള്ള കാലഘട്ടങ്ങളിൽ GEO എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അതേപോലെ GEO എങ്ങനെ നമ്മുടെ SEOനെ എഫക്റ്റ് ചെയ്യും, അതേപോലെ നമുക്ക് വെബ്സൈറ്റ് GEOയ്ക്ക് വേണ്ടി നമുക്ക് വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, അതേപോലെ ഫ്യൂച്ചർ ഓഫ് GEO വരും കാലങ്ങളിൽ GEO എങ്ങനെ പെർഫോം ചെയ്യാനുള്ള ചാൻസ്, അതേപോലെ ഏറ്റവും ഫൈനലി SEO ഡെഡായോ, SEO നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, ഇനി ഫുള്ളായിട്ടും GEOയിൽ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് GEO എന്ന് പറയാം. GEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനാണ്. നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിനെ നമ്മൾ സെർച്ച് എഞ്ചിൻസിന് വേണ്ടി നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് സെർച്ച് എഞ്ചിൻസിൽ നമ്മൾ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SEO എന്ന ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ GEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ റിസൾട്ടായിട്ട് കിട്ടുന്നത് ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അല്ലെങ്കിൽ ChatGPT പോലുള്ള ടൂൾസിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ AI ബേസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും, DeepSeek നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസിലേക്ക് നമ്മുടെ ഡാറ്റ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിലേക്ക് നമ്മുടെ കണ്ടൻറ്റ് ആദ്യം കിട്ടാനായിട്ട് നമ്മൾ ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനെയാണ് ഈ പറയുന്ന GEO അല്ലെങ്കിൽ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ AI ടൂൾസിലേക്ക് നമ്മുടെ കണ്ടൻറ്റ് ആദ്യമേ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. സെർച്ച് എഞ്ചിൻസിൽ നമ്മുടെ കണ്ടൻറ്റ് ആദ്യമേ കിട്ടാനായിട്ട് അല്ലെങ്കിൽ റാങ്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് SEO എന്ന് പറയുന്നത്. അതേപോലെ തന്നെ AI സെർച്ച് എഞ്ചിൻസിൽ അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് റിസൾട്ടിൽ നമ്മുടെ കണ്ടൻറ്റ് ആദ്യം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ GEO അല്ലെങ്കിൽ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എന്താണ് GEO എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം, നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ സെർച്ച് ജനറേറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത്തരത്തിലുള്ള റിസൾട്ടാണ് കിട്ടുക. നമുക്ക് എക്സാമ്പിളായിട്ട് തന്നെ നോക്കാം. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ
വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ഉണ്ടാകത്തില്ല. നമുക്ക് ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക വെബ്സൈറ്റിൻ്റെ റിസൾട്ടായിരിക്കും നമുക്ക് മുമ്പൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ നിലവിലിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമേ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു AI ഓവർവ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടിലേക്ക് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റും എത്തണമെങ്കിൽ നമ്മൾ GEO എന്ന് പറഞ്ഞ ആ ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ GEO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഒരു ഓവർവ്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് മാത്രമല്ല, ഒരു ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് കണ്ടൻറ്റ് നമുക്കിവിടെ തരുന്നു. അതേപോലെ ആ ഒരു പർട്ടിക്കുലർ കണ്ടൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് വെർഷനിലേക്ക് പോകണമെങ്കിൽ നമുക്കവിടെ ഒരു ലിങ്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഏതാണോ ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വെബ്സൈറ്റ് ഏതാണോ അതിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് നമുക്കിവിടെ കിട്ടും. നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ വെബ്സൈറ്റിലേക്ക് പോയി അവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ റിസൾട്ടും എത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു GEOയിൽ. ഇപ്പോൾ നമുക്ക് DeepSeek പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സെയിം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന GEO എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, AI പവേർഡ് എൻജിൻസ് ജനറേറ്റ് റെസ്പോൺസസ് ഇൻസ്റ്റെഡ് ഓഫ് ലിസ്റ്റിംഗ് ട്രഡീഷണൽ സെർച്ച്. മുന്നത്തെ പോലെ ട്രഡീഷണൽ സെർച്ച് റിസൾട്ട്സിനേക്കാൾ എന്താ പറയുക ഒരു ഓവർവ്യൂ പോലെ ഇത്തരത്തിൽ നമ്മളിപ്പോൾ കണ്ട പോലെ ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു GEOയിൽ അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് റിസൾട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഡാറ്റ എങ്ങനെ എത്തിക്കാം, ഇനി മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ കൂടുതലും ഈ ഒരു തരത്തിലുള്ള സെർച്ച് റിസൾട്ടുകളായിരിക്കും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യാനായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു GEOയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഇനി വൈ GEO ഇമ്പോർട്ടൻ്റ്, അതായത് എന്തുകൊണ്ട് ഇപ്പോൾ 2025 ഇനി മുമ്പോട്ടുള്ള സമയങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് GEO ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആകുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. AI ഡ്രിവൺ സെർച്ച് റിസൾട്ട്സ് ആർ ചേഞ്ചിങ് ഹൗ യൂസേഴ്സ് ഫൈൻഡ് ഇൻഫർമേഷൻ. അതായത് മുന്നത്തെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ആ ഒരു സെർച്ച് റിസൾട്ട് അല്ലെങ്കിൽ ആളുകൾ സെർച്ച് ചെയ്ത് റിസൾട്ട് എടുക്കുന്നതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഈ പറയുന്ന നമ്മുടെ ChatGPT പോലുള്ള പ്ലാറ്റ്ഫോമിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആശ്രയിക്കുന്നുണ്ട് ഒരു സെർച്ച് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഗൂഗിളിൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്തു, കുറച്ച് പേരെങ്കിലും അത്തരത്തിൽ ഈ AI ഓവർവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റിനെ ആശ്രയിക്കും. അപ്പം ആ ഒരു സെർച്ചിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ട്രഡീഷണൽ SEO ടാക്ടിക്സ് അലോൺ മേ നോട്ട് ബി എനഫ് ടു റാങ്ക് AI ജനറേറ്റഡ് റെസ്പോൺസ്. നമ്മൾ വെബ്സൈറ്റ് ഗൂഗിളിൽ SERPയിൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രാറ്റജീസ് മതിയായണമെന്ന് വരില്ല അല്ലെങ്കിൽ മതിയായെന്ന് വരില്ല നമ്മുടെ ഈ ഒരു SEO GEO അതായത് ജനറേറ്റീവ് എഞ്ചിൻസിൽ നമ്മുടെ റിസൾട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു പഴയ സ്ട്രാറ്റജീസും കാര്യങ്ങളൊന്നും മതിയായെന്ന് വരില്ല. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് ഈ പറയുന്ന AI പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് റാങ്ക് ചെയ്യിക്കണം അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് കാണിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. GEO ensures that your content is structured, authoritative and aligned with AI driven algorithms. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ AI driven algorithmsനെ വേണ്ടിയിട്ട് നമ്മുടെ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ കൂടുതലായിട്ടും വെബ്സൈറ്റ് സ്ട്രക്ചേർഡായിട്ട് നമ്മുടെ എന്താ പറയുക കണ്ടൻറ്റ് സെറ്റപ്പ് ചെയ്യുക. അതേപോലെ കൂടുതൽ അതോറിറ്റേറ്റീവായിട്ട് നമ്മൾ EAT പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് എക്സ്പെർട്ടൈസ്, അതോറിറ്റീവ്, അതേപോലെ ട്രസ്റ്റ് വർത്തിനെസ്. അപ്പോൾ അതിൽ നമ്മുടെ വെബ്സൈറ്റ് മാക്സിമം ട്രസ്റ്റ് വർത്തി ആയിട്ട് അതോറിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വെബ്സൈറ്റ് ഇതേപോലെ ജനറേറ്റീവ് എഞ്ചിൻസ് അല്ലെങ്കിൽ AI പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മുടെ കണ്ടൻറ്റ് റാങ്കിങ്ങിലേക്ക് കയറണമെങ്കിൽ. പിന്നെ GEO എങ്ങനെ SEOനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം ഒന്നാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ സെർച്ച് ടു AI ജനറേറ്റഡ് ആൻസേഴ്സ്. നമ്മളിപ്പം മുന്നേ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ അപേക്ഷിച്ച് ഈ ഒരു നമ്മുടെ സെർച്ച് റിസൾട്ട് നമ്മുടെ ജസ്റ്റ് വെബ്സൈറ്റിൻ്റെ ആ ഒരു ലിസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ SERPയിലുള്ള ലിസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് നല്ല രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു ആ ഒരു എന്താ പറയുക ഒരു AI ഓവർവ്യൂ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനറേറ്റീവ് ആൻസേഴ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും
നല്ല രീതിയിലുള്ള ഒരു ആളുകൾ അത് ത്രൂ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഡയറക്റ്റ് നമ്മുടെ SERP റാങ്കിങ്ങിൽ ഇപ്പം താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനെ പരിഗണിക്കാതെ അത്തരത്തിലുള്ള ഒരു സെർച്ച് റിസൾട്ട് ത്രൂ ആളുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് ലോസ് അവിടെ സംഭവിക്കും. അപ്പോൾ ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ സെർച്ച് ടു AI ജനറേറ്റഡ് ആൻസേഴ്സ് ആണ് ഒന്നാമത്തെ ഒരു എന്താ പറയുക SEOനെ എഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക GEOൻ്റെ ഒരു മെയിൻ കാര്യം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈ ക്വാളിറ്റി കോണ്ടക്ച്വൽ കണ്ടൻ്റ് ആണ്. AI മോഡൽസ് പ്രയോറിറ്റൈസ് ഡീറ്റെയിൽഡ് അതോറിറ്റേറ്റീവ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് കണ്ടൻറ്റ്. നമ്മൾ SEOയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം AI ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ AI ടൂൾസ് ഇത്തരത്തിൽ AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ജെമിനി അല്ലെങ്കിൽ ഡീപ്സീക്ക് അല്ലെങ്കിൽ ChatGPT ഒക്കെ പോലുള്ള പ്ലാറ്റ്ഫോംസ് കൂടുതലും നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്യും ഒരു വെബ്സൈറ്റിൽ നിന്ന്. അവർ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രമാണ് അവർ കളക്ട് ചെയ്യുക. അപ്പം ബൾക്കായിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്ന് അവർ എന്തായാലും ക്രോൾ ചെയ്യും. ഈ ക്രോൾ ചെയ്യുന്ന സമയത്ത് അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രമേ അവരെടുത്ത് ഷോ ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്തരത്തിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഗുണം ചെയ്യും. ഈ ഒരു ജനറേറ്റീവ് എൻജിൻസിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഗുണം ചെയ്യും. അപ്പം നമ്മൾ SEO ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ GEOയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ കൂടെ നമ്മളവിടെ നടത്തണം. ഓക്കെ, കണ്ടൻറ്റ് നീഡ്സ് ടു ബി ഫാക്ച്വലി അക്യുറേറ്റ് ആൻഡ് ബാക്ക്ഡ് ബൈ ക്രെഡിബിൾ സോഴ്സസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ക്രെഡിബിലിറ്റി ഉള്ള കണ്ടൻറ്റും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ SEOയെ അഫക്റ്റ് ചെയ്യും. അതായത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ചെയ്യുന്നതിൽ നിന്നും കൂടുതലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് തന്നെ കാര്യം. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് നീഡ് ഫോർ EAT. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, എക്സ്പേർട്ടൈസ്, അതോറിറ്റേറ്റീവ്, അതുപോലെ ട്രസ്റ്റ് വർത്തിനെസ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഗൂഗിൾസ് AI മോഡൽസ് ഫേവർ കണ്ടൻറ്റ് ദാറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് എക്സ്പേർട്ടൈസ് ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ്. മുൻപ് നമ്മൾ പറഞ്ഞത് തന്നെ വെബ്സൈറ്റിനുള്ളിലെ കണ്ടൻറ്റ് നമ്മൾ അത്രയ്ക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ് നീഡ്സ് ടു ഫോക്കസ് ഓൺ ക്രെഡിബിലിറ്റി, ഓതർഡ് ബയോ സെക്ഷൻസ് ആൻഡ് റെഫറൻസസ്. നമ്മൾ വെബ്സൈറ്റിലെ കണ്ടൻറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഒരു ബ്ലോഗ് പബ്ലിഷർ ആണെങ്കിൽ അവിടെ ഓതറിൻ്റെ ബയോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കണം. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ഈ ജനറേറ്റീവ് എൻജിൻസ് ഈ പറയുന്ന നമ്മുടെ കണ്ടൻറ്റ് നമ്മളെ ഫെച്ച് ചെയ്ത് ഈ പറയുന്ന പോലെ ഷോ ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ളൊരു കാരണമാകത്തുള്ളൂ. കാരണം അവിടെ ക്രെഡിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഇനി AI's ഇൻഫ്ലുവൻസസ് ഓൺ കീവേഡ് സ്ട്രാറ്റജി. AI സെർച്ച് എൻജിൻസ് അണ്ടർസ്റ്റാൻഡ് ക്വറീസ് കോണ്ടക്ച്വലി റദർ ദാൻ റിലേ ഓൺ എക്സാക്ട് മാച്ച് കീവേഡ്സ്. അതായത് ഡയറക്റ്റ് നമ്മൾ ഈ കീവേഡ് സ്റ്റഫ് ചെയ്ത് അല്ലെങ്കിൽ കീവേഡ്സ് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ റാങ്കിങ്ങിലേക്ക് എത്തിക്കുന്ന ആ ഒരു പരിപാടിയല്ല നമ്മുടെ ഈ ഒരു ജനറേറ്റീവ് എൻജിനിൽ നടക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആവത്തില്ല. ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടക്ച്വലി നമ്മുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ കണ്ടൻറ്റ് ഓവറോൾ ഒരു എന്താ പറയുക കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ജസ്റ്റ് ഒരു കീവേഡ് വെച്ച് മാത്രം നമുക്കവിടെ നമ്മുടെ കണ്ടൻറ്റിനെ നമുക്ക് എന്താ പറയുക ഈ ജനറേറ്റീവ് എൻജിൻസിലേക്ക് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓവറോൾ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഒരു കണ്ടൻറ്റിൻ്റെ കോണ്ടക്സ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കണ്ടൻറ്റ് അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നതും അവർ ഷോ ചെയ്യിപ്പിക്കുന്നത്. അപ്പം കണ്ടൻറ്റിൽ അത്രയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറയുമ്പം അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് അതിലവിടെ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ലോങ് ടെയിൽ കീവേഡ്സ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് ഒപ്റ്റിമൈസേഷൻ ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കീവേഡ് ആണെങ്കിൽ അതിന് നമ്മൾ മാക്സിമം ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ആണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പറയും. അങ്ങനെ ലോങ് ടൈൽ ആയിട്ടുള്ള കീവേഡ്സ് മാക്സിമം യൂസ് ചെയ്തിട്ട് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ SEO അല്ലെങ്കിൽ SEOനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഹൗ ടു ഒപ്റ്റിമൈസ് വെബ്സൈറ്റ്സ് ഫോർ GEO. അതായത് ഇത്രയും കാലം നമ്മുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരുന്നത് SEOയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് സെർച്ച് എഞ്ചിനിൽ റാങ്ക് ചെയ്യാനായിരുന്നു ഇത്രയും കാലം നമ്മൾ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
ക്രിയേറ്റ് AI ഫ്രണ്ട്ലി കണ്ടൻറ്റ്. അതായത് AI ഫ്രണ്ട്ലി കണ്ടൻറ്റ് മീൻസ് AI ടൂൾസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഈ പറയുന്ന ജനറേറ്റീവ് എഞ്ചിൻസിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റ് എ കണ്ടൻറ്റ് ദാറ്റ് ആൻസേഴ്സ് യൂസർ ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ആൻഡ് കൺസൈസ്ലി. അതായത് കണ്ടൻറ്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ കൂടെ ഈ പറയുന്ന ജനറേറ്റീവ് എഞ്ചിൻസിന് എന്താ പറയുക മനസ്സിലാക്കാനും അതേപോലെ തന്നെ അവരത് ഷോ ചെയ്യിപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു FAQ ടൈപ്പിലൊക്കെ നമ്മൾ കണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ എന്താ പറയുക നല്ല രീതിയിൽ റിസൾട്ടിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ വരുന്നത് വെച്ചാൽ സ്ട്രക്ചേർഡ് ഹെഡിങ് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആൻഡ് സമ്മറീസ്. നമ്മൾ SEOയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമായിരുന്നു. അതായത് ഒരു വിഷ്വലി നല്ല രീതിയിൽ അപ്പീലിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് സ്ട്രക്ചർ ഫോളോ ചെയ്യുക എന്നുള്ളത്. നീറ്റായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഹെഡിങ് ടാഗ്സും അതേപോലെ ബുള്ളറ്റ് പോയിൻറ്റ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് അവസാനം ഒരു സമ്മറി സെക്ഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രൊവൈഡ് വെൽ റിസർച്ച് ആൻഡ് ഒറിജിനൽ ഇൻസൈറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ജനറിക് ഇൻഫർമേഷൻ. അത് ജനറൽ ആയിട്ടുള്ള കണ്ടൻറ്റ് എല്ലാ വെബ്സൈറ്റിലും കൊടുക്കുന്ന കണ്ടൻറ്റ് അല്ലാണ്ട് പുതുതായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ്, അതായത് ഒരുപാട് വെബ്സൈറ്റുകൾ ഇവർ എന്തായാലും സ്റ്റഡി ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഇവർ ക്രോൾ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് പുതുതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഏത് വെബ്സൈറ്റാണ് കൊടുത്തത്, അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഇൻഫർമേഷൻ ആരുടെ അടുത്താണുള്ളത്, അത് കുറച്ചുകൂടി എന്താ പറയുക റിസൾട്ടിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ് കണ്ടൻറ്റ് ഫോർമാറ്റിംഗ് ആൻഡ് സ്കീമ മാർക്കപ്പ്. ഇംപ്ലിമെൻറ്റ് സ്ട്രക്ചേർഡ് ഡാറ്റ. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രക്ചേർഡ് ഡാറ്റ നമ്മൾ SEOയിലാണെങ്കിൽ നമ്മൾ അത് എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രക്ചേർഡ് ഡാറ്റ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ നമ്മുടെ വെബ്സൈറ്റിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ സ്ട്രക്ചേർഡ് ഡാറ്റ യൂസ് ചെയ്ത് നമ്മൾ പറയുകയാണ്, ഒരു എന്താ പറയുക സ്കീമ മാർക്കപ്പൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് എന്താണ് നമ്മുടെ വെബ്സൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് കിട്ടും ക്രോൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പെട്ടെന്ന് അത് ഈ പറയുന്ന AI എഞ്ചിൻസിലേക്ക് മനസ്സിലാക്കാനും അവർക്കത് ഷോ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ട്. യൂസ് FAQs, ടേബിൾസ് ആൻഡ് റിച്ച് സ്നിപ്പെറ്റ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ FAQ പോലെയുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അതേപോലെ ടേബിൾസ്, ഇപ്പോൾ നമ്മളൊരു ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ഒരു ബോഡി സ്ട്രക്ചർ വരുന്നു, പിന്നെ അത് കഴിഞ്ഞൊരു സമ്മറി വരുന്നു. ആ രീതിയിലൊരു നല്ല രീതിയിലൊരു സ്ട്രക്ചറായിട്ടുള്ള കണ്ടൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ അത് ഈ പറയുന്ന GEO അല്ലെങ്കിൽ ജനറേറ്റീവ് എഞ്ചിനിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇനി ഉള്ളൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമൈസ് ഫോർ കൺവേർസേഷൻ ആൻഡ് വോയിസ് സെർച്ച്. AI മോഡൽസ് പ്രോസസ് കൺവേർസേഷണൽ ക്വറീസ് ബെറ്റർ ദാൻ ട്രഡീഷണൽ കീവേഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ കോൺവെർസേഷണൽ ടൈപ്പിലുള്ള ഒരു എന്താ പറയുക കണ്ടൻറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിൽ അത് എന്താ പറയുക ഈ ജനറേറ്റീവ് എഞ്ചിൻസ് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഷോ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണ്. റൈറ്റ് കണ്ടൻറ്റ് ഇൻ എ നാച്ചുറൽ ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റ് ടു അലൈൻ വിത്ത് വോയിസ് സെർച്ചസ്. വോയിസ് സെർച്ചിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മളിത് ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പം ഒരുപാട് പേര് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് വോയിസ് സെർച്ച് വഴി നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ നാച്ചുറൽ ലാംഗ്വേജും അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലുള്ള ഒരു കണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ കൂടെ ഈ പറയുന്ന ജനറേറ്റീവ് എഞ്ചിൻസിലേക്ക് എത്തപ്പെടാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ബ്രാൻഡ് അതോറിറ്റി ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ് ആണ്. ഗെറ്റ് ഫീച്ചർ ഓൺ അതോറിറ്റേറ്റീവ് സോഴ്സസ് ആൻഡ് ബിൽഡ് സ്ട്രോങ് ബാക്ക്ലിങ്സ്. ഇപ്പം പണ്ട് നമുക്ക് അറിയാം ബാക്ക്ലിങ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഒരു പരിധി വരെ റാങ്കിങ് ഒക്കെ നമുക്ക് SEOയിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ബാക്ക്ലിങ്സിൻ്റെ ഒരു കൗണ്ടൊക്കെ മൊത്തത്തിൽ എന്താ പറയുക ബാക്ക്ലിങ്സ് ഇല്ലെങ്കിലും റാങ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാക്ക്ലിങ്സിൻ്റെ കൗണ്ടിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയും ഏകദേശം അത് തന്നെ നമുക്ക് മാക്സിമം ക്വാളിറ്റി ആയിട്ടുള്ള ബാക്ക്ലിങ്സ്, നല്ല സോഴ്സ് എന്നുള്ള ബാക്ക്ലിങ്സ് ഉണ്ടെങ്കിൽ അതൊരു എന്താ പറയുക പോസിറ്റീവ് ഫാക്ടർ ആണെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ജനറേറ്റീവ് എഞ്ചിൻസിലേക്ക് നമ്മുടെ ഈ റിസൾട്ട് എത്തപ്പെടാനായിട്ട്. അതേപോലെ തന്നെ ഷോക്കേസ് ക്രെഡൻഷ്യൽസ്, കസ്റ്റമർ റിവ്യൂസ് ആൻഡ് സോഷ്യൽ പ്രൂഫ് ടു എൻഹാൻസ് ക്രെഡിബിലിറ്റി. നമ്മളൊരു കാര്യം അവർ കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിൽ പറയുന്ന സമയത്ത് മാക്സിമം അതിനെപ്പറ്റിയുള്ള അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രൂഫ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കുറേ കൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഓവറോൾ പ്രസൻസ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ മാത്രം ഒതുക്കി നിർത്താണ്ട് ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും അതേപോലെ എല്ലായിടത്തും മാക്സിമം നമ്മളെ ഡിജിറ്റലി എത്രത്തോളം നമ്മളെ ഷോക്കേസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു നല്ലൊരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ.
മറ്റൊരു ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ മൾട്ടിമീഡിയ ആൻഡ് ഇൻട്രാക്റ്റീവ് കണ്ടൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം യൂസ് ചെയ്യാണ്ട് മാക്സിമം വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ വീഡിയോസും ഇൻഫോഗ്രാഫിക്സും ഫോട്ടോസ് പോഡ്കാസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതും നമുക്കൊരു നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് നമ്മളെ, അല്ലെങ്കിൽ ഈ പറയുന്ന GEOയിലേക്ക് ജനറേറ്റീവ് എഞ്ചിൻസിലേക്ക് നമ്മുടെ കണ്ടൻറ്റ് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ്. നമ്മളിപ്പം ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കണ്ടൻറ്റ് വെബ്സൈറ്റിൽ മാത്രം ഒതുക്കി നിർത്താണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായിക്കോട്ടെ, പോഡ്കാസ്റ്റുകൾ, അങ്ങനെയുള്ള നമ്മൾക്ക് ഡിജിറ്റലി എങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ അതങ്ങനെയെല്ലാം എത്തിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു എന്താ പറയുക ഈ ജനറേറ്റീവ് എഞ്ചിൻസിലേക്ക് നമ്മുടെ റിസൾട്ട് എത്താനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. കാരണം ഇവർ കംപ്ലീറ്റ്ലി ഈ സർട്ടൻ AI ടൂൾസ് GEO കംപ്ലീറ്റ് എന്താ പറയുക ഇൻ്റർനെറ്റ് മൊത്തം തിരയുന്ന സമയത്ത് മാക്സിമം നമ്മുടെ കണ്ടൻറ്റ് എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് റിസൾട്ടുകൾ നമ്മളെപ്പറ്റി കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു റിസൾട്ട് ടോപ്പിലേക്ക് കാണിക്കാനുള്ള ഒരു സാധ്യത അവിടെ കൂടുതലാണ്. അതുപോലെ ഇൻഷുർ ഇമേജസ് ആൻഡ് വീഡിയോസ് ഹാവ് പ്രോപ്പർ മെറ്റാഡാറ്റ ആൻഡ് ആൾ ടെക്സ്റ്റ്. നമുക്കറിയാം നമ്മൾ SEOയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഇനി ഫ്യൂച്ചർ ഓഫ് GEO എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ സെർച്ച് എഞ്ചിൻസ് വിൽ അഡോപ്റ്റ് AI പവേർഡ്, ഈ പറയുന്ന അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ കണ്ട പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് മറ്റുള്ള സെർച്ച് എഞ്ചിൻസിലേക്കും എത്താനുള്ള ഒരു ചാൻസ്, അല്ലെങ്കിൽ അത്തരത്തിൽ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. എല്ലാ ഒരു സെർച്ച് എഞ്ചിൻസിലേക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. വെബ്സൈറ്റ്സ് നീഡ്സ് ടു കണ്ടിന്യൂസ്ലി ഇവോൾവ് ടു മീറ്റ് ന്യൂ AI റാങ്കിങ് ക്രൈറ്റീരിയ. അതായത് നമ്മളിപ്പം SERPയിൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SEO ചെയ്യുന്നു, അതേപോലെ ആ ഒരു റാങ്കിങ് മാത്രമല്ല AI റാങ്കിങ്ങിലേക്കും എത്തപ്പെടാനുള്ള എന്താ പറയുക ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. AI വിൽ പ്രയോറിറ്റൈസ് ട്രസ്റ്റഡ് ആൻഡ് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് സോഴ്സസ്. നമ്മൾ മുമ്പത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും AI പ്രയോറിറ്റി കൊടുക്കുന്നത്, ഈ പറയുന്ന ജനറേറ്റീവ് എഞ്ചിൻസ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ബ്രാൻഡ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ എ സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ് അക്രോസ് ഓൾ പ്ലാറ്റ്ഫോംസ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ജസ്റ്റ് ഈ പറയുന്ന വെബ്സൈറ്റിൽ മാത്രം ഒതുക്കി നിർത്താണ്ട് മാക്സിമം നമുക്ക് ഡിജിറ്റലി എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പ്രസൻസ് കൊണ്ടുവരാൻ പറ്റുമോ, ഓൺലൈനിൽ നമുക്ക് എങ്ങനെ പ്രസൻസ് കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. AI വിൽ കസ്റ്റമൈസ് സെർച്ച് റിസൾട്ട്സ് ബേസ്ഡ് ഓൺ യൂസർ ബിഹേവിയർ ആൻഡ് പ്രിഫറൻസ്. അതായത് യൂസേഴ്സിൻ്റെ ബിഹേവിയർ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ റിസൾട്ടുകൾ മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. AIക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉള്ള ഒരു എന്താ പറയുക റിസൾട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ആൾക്ക് കാണുന്ന റിസൾട്ട് തന്നെ ആയിരിക്കണം എന്നില്ല മറ്റൊരാൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ കണ്ടൻറ്റ് ഒപ്റ്റിമൈസ്ഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഒപ്റ്റിമൈസിങ് ഫോർ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് വിൽ ബി ക്രൂഷ്യൽ ഫോർ ബ്രാൻഡ്സ്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ വെബ്സൈറ്റിലാണെങ്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം നല്ല രീതിയിലുള്ള ഒരു കണ്ടൻറ്റ് ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ബൗൺസ് റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള, അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അവസാനമായിട്ട് SEO ഡെഡ് ആയോ, ഇനി നമ്മൾ SEO ചെയ്തിട്ട് കാര്യമില്ലേ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വന്നു തുടങ്ങും. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SEO ഒരിക്കലും ഡെഡ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം സെർച്ച് എഞ്ചിൻസ് സ്റ്റിൽ എക്സിസ്റ്റ് ആണ്. അതായത് ഗൂഗിൾ ആണെങ്കിലും അല്ലെങ്കിൽ യാഹു ആണെങ്കിലും ബിങ് ആണെങ്കിലും എല്ലാം നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിൽ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഗൂഗിളിലും ബിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ നോക്കുന്ന പ്ലാറ്റ്ഫോംസാണ് ഗൂഗിളും ബിങ്ങൊക്കെ. അപ്പോൾ നമ്മളവിടെ വെബ്സൈറ്റ് റാങ്ക് ആയി കഴിഞ്ഞാൽ അത് ത്രൂ എന്തായാലും വെബ്സൈറ്റിലേക്ക് ആളുകൾ വരും, അല്ലെങ്കിൽ അത് ത്രൂ എന്തായാലും ട്രാഫിക് വരും. അപ്പോൾ അതെന്തായാലും അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ ഓർഗാനിക് ട്രാഫിക് ഈസ് വാല്യുബിൾ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പീപ്പിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് ഇതുപോലെ റിസൾട്ട് SERPയിൽ വരുന്ന സമയത്ത് അത് ത്രൂ എന്തായാലും ഒരു ഓർഗാനിക് ട്രാഫിക് നമുക്ക് കിട്ടും. അപ്പോൾ അതെന്തായാലും നമുക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചെങ്കിൽ AI യൂസസ് SEO ഡാറ്റ. അതായത് ഇതേപോലുള്ള AI അല്ലെങ്കിൽ ജനറേറ്റീവ് എഞ്ചിൻസൊക്കെ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മൾ SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് എടുക്കുന്ന ഡാറ്റാസാണ്. അപ്പോൾ SEO പ്രോപ്പറായിട്ട് ചെയ്ത ഒരു വെബ്സൈറ്റിൽ നിന്ന് മാത്രമാണ് നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് ഈ പറയുന്ന എന്താ പറയുക ജനറേറ്റീവ് എഞ്ചിൻസ് എടുത്ത് നമുക്ക് ഷോ ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ SEOനെ
ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന GEO വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു SEO ഓപ്റ്റിമൈസ്ഡ് വെബ്സൈറ്റിൽ നിന്ന് പ്ലസ് GEO കൂടെ ഓപ്റ്റിമൈസ് ആയി കഴിഞ്ഞാലാണ് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടിലേക്ക് നമ്മുടെ വെബ്സൈറ്റുകൾ എത്തത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ GEO എന്നുള്ള ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനീഷ്യൽ സ്റ്റേജിലാണ് ഈ GEOൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മുമ്പോട്ടുള്ള വീഡിയോസിലൊക്കെ എനിക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുമല്ലോ. താങ്ക് യു.